ഖത്തറിൽ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഒരു മേജർ ചേഞ്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിപ്പോൾ ഖത്തർ അതിലും കൂടെ കുറച്ചും കൂടെ ഫോക്കസ്ഡായി വരുന്നു. അപ്പോൾ അതുപോലെ ബാക്കിയുള്ള രാജ്യങ്ങളിലേക്കും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മുന്നോട്ടേക്ക് കാണാൻ കഴിയും. ഹായ് ഗൈസ്, ഖത്തറിൽ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഒരു മേജർ ചേഞ്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ മെഡിക്കൽ കോഡിങ്ങിനെ കണക്ട് ചെയ്ത് തന്നെ പറയുന്ന സമയത്ത് ഖത്തറിൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്ന കുട്ടികൾ അധികം കയറാറ് പ്രൈവറ്റ് സെക്ടേഴ്സ് കയറുന്ന ആളുകൾ US കോഡിംഗ് സിസ്റ്റമാണ് ഫോളോ ചെയ്യാറ്. ഗവൺമെൻറ് സെക്ടേഴ്സിലൊക്കെ കയറുന്ന ആളുകൾ അധികം എന്താണ് ഓസ്ട്രേലിയൻ കോഡിംഗ് ആണ് അവർ ഫോളോ ചെയ്യാറ്. ഇപ്പം എന്താണ് ഒരു ചേഞ്ച് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ, കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ടെമ്പററി സിസ്റ്റമായിട്ടായിരുന്നു അവർ ഓസ്ട്രേലിയൻ സിസ്റ്റം ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർ മാൻഡേറ്ററി നാഷണൽ സർവീസ് ആ ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡൈസേഷൻ്റെ ഭാഗമായിട്ട് കംപ്ലീറ്റ് ഒറ്റ സിസ്റ്റത്തിലോട്ടേക്ക് മാറ്റുക എന്നുള്ളൊരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ വെബ്സൈറ്റിൽ തന്നെ അതിൻ്റെ നിങ്ങൾക്ക് PDF സൈഡ് കാണാം. അപ്പോൾ ഓരോ ഏരിയയിലും ഒരു ട്രാൻസിഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡയഗ്നോസിസ്, ലാബോറട്ടറി, അതുപോലെ തന്നെ പ്രൊസീജിയർ സൈഡ്, ഇൻപേഷ്യൻ്റ്, റേഡിയോളജി, ഇമേജിംഗ്, ഫാർമസി, ഡെൻ്റൽ, ക്ലിനിക്കൽ ഒബ്സർവേഷൻ അവർ ടെമ്പററി സിസ്റ്റമായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത് IC റിട്ടൺ AM ആണ്. അതുപോലെ തന്നെ CHI സർവീസ്, QSS, ARDRG, SDSG ഇതൊക്കെയായിരുന്നു അവർ ഓസ്ട്രേലിയൻ കോഡിംഗ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് അവർ ടെമ്പററി സിസ്റ്റമായിട്ട് അവർ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് അവരെന്ത് ചെയ്യാണ്, മാൻഡേറ്റഡ് നാഷണൽ സ്റ്റാൻഡേർഡിൻ്റെ ഭാഗമായിട്ട് IC റിട്ടൺ നിങ്ങൾക്ക് അതിൽ കാണാം, AM പാർട്ട് കൺവേർട്ട് ചെയ്യുന്നു CM-ലേക്ക്. അതുപോലെ തന്നെ CPT ആഡ് ചെയ്യുന്നു, HCPCs ആഡ് ചെയ്യുന്നു. പ്രൊസീജിയർ സൈഡിൽ നിങ്ങൾക്ക് കാണാം ഓരോ ഔട്ട് പേഷ്യൻ്റ് സർവീസ്, ഇൻപേഷ്യൻ്റ് സർവീസ്, അതർ മെഡിക്കൽ സർവീസിനൊക്കെ CPT, HCPCs. അപ്പം ഇൻപേഷ്യൻ്റ് ARDRG ആയിരുന്നു, IRDRG ആയി മാറുകയാണ്. ബില്ലിംഗ് സൈഡ്, റേഡിയോളജി, ഫാർമസി എല്ലാ സൈഡിലേക്കും ആ ഒരു ട്രാൻസിഷൻ ചേഞ്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അവർക്ക് ഓൾറെഡി കുറച്ച് മുന്നേ നടന്നിട്ടുള്ള സംഭവമാണ്. പ്രോസസ്സ് നമുക്കറിയാം, ഇതൊരു പെട്ടെന്ന് നടക്കുന്നൊരു സിസ്റ്റം അല്ല. പെട്ടെന്ന് നമ്മൾ നാളെ മുതൽ തന്നെ എന്നുള്ളതല്ല, അതൊരു സ്ലോ പ്രോസസ്സിങ് ആണ്. അവരുടെ വെബ്സൈറ്റിൽ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നാഷണൽ ഹെൽത്ത് കമ്മിറ്റീൻ്റെ അപ്രൂവൽ കിട്ടി, ഈ ഹെൽത്ത് ഡാറ്റയുടെ അപ്രൂവൽ കിട്ടി, അതുപോലെ തന്നെ QNCCയുടെ അപ്രൂവൽ കിട്ടി. അപ്പം ഇതൊക്കെ കിട്ടിയതിന് ശേഷം അവർ ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് എൻ്റെ ഒരു ട്രാൻസിഷൻ ഞാൻ പറഞ്ഞില്ല, പെട്ടെന്ന് നടക്കുന്നൊരു സംഭവമല്ല. അപ്പോൾ അത് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് ഖത്തറിൽ GCCയിലെ ഖത്തർ രാജ്യത്ത് കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഫ്യൂച്ചറിലേക്ക് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ടെമ്പററി സിസ്റ്റം അവർ ഒരു മാൻഡേറ്റഡ് നാഷണൽ സ്റ്റാൻഡേർഡ് കൂടുതൽ രാജ്യങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റം എന്നുള്ളത് വളരെ US ബേസ്ഡ് സിസ്റ്റമാണിത്. അപ്പോൾ അത് തന്നെ കൂടുതൽ ഓപ്പർച്യൂണിറ്റി സൈഡും ഒക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് ഉണ്ടാകാൻ പോകുന്ന ഒരു ഏരിയയും കൂടിയാണ്. അതാണ് മാൻഡേറ്ററി നാഷണൽ സർവീസ് എന്ന് പറയുന്നത്. ഓരോന്ന് കറക്റ്റ് അത് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്, ഞാൻ എടുത്തിരിക്കുന്ന സാധനം അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ കഴിയുന്ന ഡീറ്റെയിൽസാണ്. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ ഒരു നാഷണൽ സ്റ്റാൻഡേർഡ് സ്കീമിലോട്ടേക്ക് അവർ മാറുന്നത് എന്നുള്ളത്. ഇത് മെയിൻലി അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായിട്ടുള്ള MOPH, മിനിസ്ട്രി ഓഫ് പബ്ലിക് ഹെൽത്ത്, ഇതിലാണ് അവർ കാര്യങ്ങളൊക്കെ അവർ അപ്ഡേറ്റ് ചെയ്യാറ്. അപ്പോൾ അതിലവർ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുക എന്തുകൊണ്ടാണ് അവർ നാഷണൽ സ്റ്റാൻഡേർഡിലോട്ടേക്ക് മാറുന്നത് എന്നുള്ളതിന് കുറേ പോയിൻറ്റ്സ് അതിൽ കൊടുത്തിട്ടുണ്ട്. കുറച്ച് പോയിൻറ്റ്സ് ഞാൻ വളരെ ഫാസ്റ്റായിട്ട് പോവാം. ഇംപ്രൂവ് ഓവറോൾ കെയർ ഡെലിവറി ആൻഡ് പേഷ്യൻ്റ് ഔട്ട്കം, കൺസിസ്റ്റൻറ്റ് ഡെഫിനിഷൻ ആൻഡ് നെയിംസ് ഓഫ് ക്ലിനിക്കൽ ഡാറ്റ, അതിൽ വരുന്ന ഡയഗ്നോസിസ്, മെഡിക്കേഷൻ, പ്രൊസീജിയർ, ടെസ്റ്റ് ഒക്കെ പറയുന്നുണ്ട്. Alleviate patient risk safety, അതിൽ പറയുന്നുണ്ട് യൂസേജ് ഓഫ് ലോക്കൽ കോഡ്സ് മേ ലീഡ് ടു ഇനാക്യുറേറ്റ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദി ലാബോറട്ടറി റിസൾട്ട്സ്, ക്ലിനിക്കൽ ഒബ്സർവേഷൻ, ഇമ്മ്യൂണൈസേഷൻ ആൻഡ് അലർജീസ്. ഇൻകൺസിസ്റ്റൻറ്റ് യൂസേജ് ഓഫ് ലോക്കൽ കോഡ് മേ ലീഡ് ടു ഇനാക്യുറേറ്റ് ഇൻ്റർപ്രിട്ടേഷൻ, കറക്റ്റ് പോയിൻ്റാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ റെഡ്യൂസ് ഡ്യൂപ്ലിക്കേറ്റ് ലാബോറട്ടറി ടെസ്റ്റ് ആൻഡ് പ്രൊസീജിയേഴ്സ് വിച്ച് മേ റിസൾട്ട് ഇംപ്രൂവിങ് ദ പേഷ്യൻസ് സാറ്റിസ്ഫാക്ഷൻ. ഡ്യൂപ്ലിക്കേറ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ പേഷ്യൻ്റെ സേഫ്റ്റി എൻഷുർ ചെയ്യാൻ വേണ്ടി, റെഡ്യൂസ് അതിൻ്റെ റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ഓവറോൾ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ഇംപ്രൂവ് ദ ക്ലിനിക്കൽ ക്വാളിറ്റി കൺട്രോൾ അക്രോസ് ക്ലിനിക്കൽ ക്വാളിറ്റിയുടെ അതിൻ്റെ ലെവൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ എനാബിൾ കമ്പാരബിലിറ്റി ആൻഡ് അനാലിസിസ് ഓഫ് കൺസോളിഡേറ്റഡ് ക്ലിനിക്കൽ ഡാറ്റ ആൻഡ് ക്ലിനിക്കൽ മെഷർ, അതായത് ഒരു കമ്പാരിസൺ മോഡ് ഓൺ ചെയ്യാൻ വേണ്ടി വളരെ എളുപ്പമായിരിക്കും. ഇംപ്രൂവ് മെഡിക്കൽ ക്ലെയിം പ്രോസസ്സ്, വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ക്ലെയിം പ്രോസസ്സ്. നമ്മളെപ്പോഴും പറയുന്ന മെഡിക്കൽ കോഡിങ്ങിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയ ഒരു പോർഷൻ അതാണ്, ക്ലെയിം പ്രോസസ്സിങ് ആൻഡ് റിപ്പോർട്ടിങ്. അതുപോലെ തന്നെ ഓരോ ഏരിയ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതിൽ കൂടെ വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഇംപ്രൂവ് കെയർ കണ്ടിന്യൂറ്റി അക്രോസ് ഫെസിലിറ്റീസ്, ഇംപ്രൂവ് ക്ലിനിക്കൽ ഡോക്യുമെൻറ്റേഷൻ ഇംപ്രൂവ് ആവും, പബ്ലിക് ഹെൽത്ത് റിപ്പോർട്ടിംഗ് ഇംപ്രൂവ് ആവും, റിലയബിൾ ഡാറ്റ ആൻഡ് പോപ്പുലേഷൻ ഓഫ് ഹെൽത്ത് ഇനീഷ്യേറ്റീവ്സ്, മെഡിക്കൽ റിസർച്ച് പർപ്പസ്, ഇംപ്രൂവ് ദ വിസിബിലിറ്റി ഓഫ് കൺട്രോൾഡ് ആൻഡ് സസ്റ്റൈൻ യൂട്ടിലൈസേഷൻ ഓഫ് ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ് മൂവ്മെൻറ്റ്സ്, ഇനാബിൾ എഫക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ് റീകോൾ,
അതുപോലെ തന്നെ അലോ എഫക്റ്റീവ് ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ ഓഫ് എന്തെങ്കിലും ഔട്ട്ടേക്ക് ഉണ്ടാകുന്ന സമയത്ത് ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ ഈ പറഞ്ഞ പോലെ നമ്മൾ എപ്പോഴും പറയാറുണ്ട് റിസർച്ച് സൈഡിലോട്ടേക്കെല്ലാം നമ്മൾ യൂസ്ഫുൾ ആകുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ നിങ്ങളത് വൺ ബൈ വൺ ഓരോ പോയിന്റിലേക്കും പോയി കഴിഞ്ഞാൽ മനസ്സിലാവുന്നത് ഒരു കോമൺ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നതിലൂടെ അവർക്ക് ഒരുപാട് ബെനിഫിറ്റ് അതിൽ വരികയാണ്. പറഞ്ഞ പോലെ ക്ലെയിം പ്രോസസ്സുകൾ വളരെ സ്മൂത്തായിട്ട് പോകുന്നു. പറഞ്ഞ പോലെ എന്താ പറയുക, ഡാറ്റ എല്ലാം സോർട്ട് ഔട്ട് ചെയ്യാനും കമ്പയർ ചെയ്യാനും കോസ്റ്റ് കുറയ്ക്കാനും കോസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും ഒരുപാട് ഏരിയയിൽ കൂടെ ഈ കോഡിംഗ് സെക്ടർ എന്ത് ചെയ്യുന്നുണ്ട്, കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർ എന്താ പറയുക ഒരു മാൻഡേറ്റഡ് നാഷണൽ സ്റ്റാൻഡേർഡിൻ്റെ ഭാഗമായിട്ട് ഒരു സിംഗിൾ സിസ്റ്റത്തിലോട്ടേക്ക് അവർ എന്ത് ചെയ്യുന്നത്, എൻറോൾ ചെയ്ത് പോകുന്നത്. അപ്പോൾ അത് കൂടുതൽ എന്താ പറയുക നമ്മളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഓപ്പർച്യൂണിറ്റി സൈഡ് എന്താ പറയുക ക്രിയേറ്റ് ചെയ്യപ്പെടും തന്നെയാണ് നമ്മൾ കാണുന്നത്. കുറച്ച് നാളായിട്ട് നടക്കുന്നൊരു പ്രോസസ്സാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ല പെട്ടെന്നൊറ്റ സ്റ്റെപ്പിൽ നടക്കുന്നൊരു സിസ്റ്റം അല്ല. ബട്ട് ഇതിൽ കൂടെ അവർ കാണുന്നത് എന്താ, കൂടുതൽ ഇൻഷുറൻസ് സൈഡാണെങ്കിലും കൂടുതൽ ഹെൽത്ത് കെയറിൻ്റെ IT പാർട്ടിന് കൂടുതൽ ഡെവലപ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ അത് സിംഗിൾ സിസ്റ്റം ആവുന്നതിലൂടെ ഒരുപാട് ബെനിഫിറ്റ് ആ പെർട്ടിക്കുലർ കൺട്രിക്ക് എന്താവും അതിൽ കൂടെ ഉണ്ടാവും. നിങ്ങൾക്ക് ഈ ഒരു ഡീറ്റെയിൽസ് ഞാൻ എന്താ പറയുക ഞാൻ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത ഡീറ്റെയിൽസ് അല്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവരുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ സെയിം ഫയൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എൻറോൾ ചെയ്ത ഫയലായി നിങ്ങൾക്ക് കാണാം. അത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിക്കുക. അവർ അവസാനം പറയുന്നുണ്ട് കുറേ എന്താ പറയുക എക്സ്ട്രാ ആഡോണായിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു സർവീസിലോട്ടേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ കാരണം, കൂടുതൽ എന്താ പറയുക ട്രെയിൻഡ് ആയിട്ടുള്ള ഏറ്റവും അടിയിലത്തേക്ക് അതിൽ പറയുന്നുണ്ട് മെഡിക്കൽ കോഡിംഗ് ട്രെയിനിങ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഖത്തർ ബേസ് ആയിട്ട്. എന്ന് വെച്ചാൽ ട്രെയിൻഡ് ആയിട്ട് കൂടുതൽ ഇംപ്ലിമെൻറ്റേഷൻ മെഡിക്കൽ കോഡിംഗ് സ്റ്റാൻഡേർഡ് വിൽ ബി റിക്വയർ അപ്ഗ്രേഡ് ചെയ്യുന്ന സ്കിൽ ഫോർ ക്ലിനിക്കൽ കോഡേഴ്സിൻ്റെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ദർഫോർ എന്താ പറയുക MOPH വിൽ ഇനീഷ്യേറ്റ് പ്രൊപ്പോസൽസ് ഓഫ് ഇൻട്രസ്റ്റഡ് പാർട്ടീസ് ടു ഓപ്പൺ എസ്റ്റാബ്ലിഷ് മെഡിക്കൽ കോഡിംഗ് സ്കൂൾസ് കാര്യങ്ങളൊക്കെ പറയുകയാണ് സ്റ്റേറ്റ് ഓഫ് ഖത്തർ. ഇപ്പോൾ കുറച്ച് മുന്നേ വന്നിട്ടുള്ള ആർട്ടിക്കിളാണ്. അപ്പോൾ അത് എന്താ പറയുക പറയുന്ന കേസ് എന്ന് പറയുന്നത് എന്താ പറയുക ഒരു സിസ്റ്റം അപ്ഗ്രേഡേഷൻ നടന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സിനാരിയാണ്. അപ്പോൾ അതിൽ നമുക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് എന്ത് ചെയ്യാം ഫ്യൂച്ചറിലോട്ടേക്ക് നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് നമ്മളിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ആ ഒരു കംപ്ലീറ്റ് മാത്രമല്ല GCCയിലെ പല രാജ്യങ്ങളിലും ഇൻഷുറൻസ് സെക്ടർ വളരെ ഫാസ്റ്റായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ UAE പോലെ തന്നെ ഒരു ഖത്തറും ഫുള്ളി ഇൻഷുറൻസ് ചെയ്യാൻ പോകുന്നുള്ള ന്യൂസാണ് നമ്മൾ കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്പർച്യൂണിറ്റീസ് എന്ത് ചെയ്യും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു തന്നെയാണ് നമുക്ക് കിട്ടുന്ന ഒരു കാൽക്കുലേഷൻ. അപ്പോൾ ഈ ഒരു ട്രാൻസിഷൻ ചേഞ്ച് അല്ലേ നമുക്കറിയാം, നമ്മൾ മെഡിക്കൽ കോഡിംഗ് സെക്ടറിൽ നമ്മൾ നോർമലി ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു സർട്ടിഫിക്കേഷനാണ് US ബേസ്ഡ് സർട്ടിഫിക്കേഷൻ. അപ്പോൾ അതിലുള്ള കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത് അവർ മാൻഡേറ്റഡ് നാഷണൽ സർവീസിൽ എന്ത് ചെയ്തിരിക്കുന്നത് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ICD ആണെങ്കിലും CPD ആണെങ്കിലും HCPCS ആണെങ്കിലും ഒക്കെ US ബേസ്ഡ് ആണ് സർട്ടിഫിക്കേഷനിൽ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ കൂടുതൽ ട്രെയിൻഡ് ആയിട്ട് കൂടുതൽ എക്സ്പീരിയൻസ് ആക്കി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം കൂടുതൽ ഓപ്പർച്യൂണിറ്റീസിലോട്ടേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലീഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാവുന്നത്. നിങ്ങൾ എന്ത് ചെയ്യാം വൺ ബൈ വൺ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റി അനലൈസ് ചെയ്യുക, മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് ഈ ഒരു സിസ്റ്റം എന്താ പറയുക വേറെ എന്തെങ്കിലും നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റാത്തതെന്ന് പറയുകയാണെങ്കിൽ ഇത്രയും കീ ഡ്രൈവേഴ്സായിട്ട് ഒരു മെയിൻ പോയിൻ്റായിട്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഏരിയ ഒക്കെ അവർക്ക് മീറ്റ് ചെയ്യണം ഈ ഒരു മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്ന സിസ്റ്റത്തിലൂടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ട് അതിൽ എന്ത് ചെയ്യുന്നത് റിസർച്ച് നടത്തി കണ്ടിന്യൂസ് ആയിട്ട് അതിനെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. പർട്ടിക്കുലർ കൺട്രിയുടെ ഏറ്റവും എന്താ പറയുക എൻഡ് റിസൾട്ടായിട്ട് അവരുടെ ഹെൽത്ത് കെയർ സെക്ടർ ഏറ്റവും ഇമ്പ്രൂവ് ആകുക എന്നുള്ളത് തന്നെയാണ് ഓരോ രാജ്യത്തിൻ്റെയും എന്താ പറയുക ഹൈലൈറ്റ് ചെയ്ത് നിർത്തുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഏരിയയിൽ അവർ കൂടുതൽ റിസർച്ച് സ്റ്റഡിയൊക്കെ നടത്തിക്കൊണ്ട് തന്നെയാണ് കൂടുതൽ എന്ത് ചെയ്യുന്നത് അവർ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അതിനെപ്പറ്റി മനസ്സിലാക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് ഗ്ലോബലി കൂടുതൽ ഒന്നും കൂടെ ഓണാവുകയാണ്. അപ്പോൾ അത് ഇപ്പോൾ ഖത്തർ അതിലും കൂടെ കുറച്ചും കൂടെ ഫോക്കസ്ഡായി വരുന്നു. അപ്പോൾ അതുപോലെ ബാക്കിയുള്ള രാജ്യങ്ങളിലേക്കും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് UAE പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം മുന്നോട്ടേക്ക് കാണാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അതിനെപ്പറ്റി പഠിക്കുക. ടേക്ക് കെയർ ആൻഡ് ബൈ.